മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച വാഹനം അപകടമുണ്ടാക്കിയത്. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ച് നടന്ന അപകടത്തിൽ 2 ചെറുപ്പക്കാർക്ക് പരിക്കേറ്റ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നടൻ കാർ ഓടിച്ച് ആ അപകട സ്ഥലത്ത് നിർത്താതെ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയതൊക്കെ വലിയ വിമർശന വിധേയമായിരുന്നു. ഇതിനിടയിൽ പോലീസുമായി ബന്ധപ്പെട്ടും ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു. ഈ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ല. ഇതിന്റെ അന്വേഷണത്തിൽ നിന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തിയെങ്കിലും കാറും ഉണ്ടായിരുന്നില്ല, രാജുവും അവിടെ ഉണ്ടായിരുന്നില്ല. രാജു പോലീസിനെ വിളിച്ചു വന്നത് വിശ്വസനീയമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിയമ്പിള്ള രാജുവിന്റെ ഫോൺ കോൾ രേഖകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, മണിയമ്പിള്ള രാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് താൻ രാത്രി തന്നെ പോലീസിനെ വിളിച്ചിരുന്നു, രാവിലെ വരാനാണ് പറഞ്ഞത്, തൻ്റെ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചിരുന്നു എന്നും മറ്റുമാണ്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അപകട സ്ഥലത്ത് നിന്ന് പോയത് എന്നാണ്. അത് വിശ്വസിക്കാവുന്നതല്ല. ഒരു പരിധിവരെ മ്യൂസിയം പോലീസിനെ കുടുക്കിലാക്കിയൊരു വർത്തമാനം കൂടിയായിരുന്നു അത്. ഇപ്പോൾ എന്താണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്? പോലീസ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണോ? രഞ്ജിത്ത്, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ DCP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പോലീസിനെ വിളിച്ചിരുന്നു, വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവിടെ നിന്നും മാറിയത് എന്നായിരുന്നു മണിയമ്പിള്ള രാജു പ്രതികരിച്ചത്. പക്ഷെ അത് തെറ്റാണെന്നാണ് ഇപ്പോൾ DCPയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതായത് ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു, ആ സമയത്ത് മണിയമ്പിള്ള രാജുവും വാഹനവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത ദിവസമാണ് ആ രീതിയിലേക്ക്, അതായത് മണിയമ്പിള്ള രാജുവിലേക്ക് എത്തുകയും പിന്നീട് രക്തപരിശോധന അടക്കം വേണ്ട അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നത്. പക്ഷേ ആ ഒരു കാലതാമസമായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു വിവാദമായിരുന്നു. അതായത് ഈ ഒരു അന്വേഷണത്തിന്റെ പ്രധാനമായും വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രാത്രി നടന്ന അപകടം അടുത്ത ദിവസം ഒരുപാട് മണിക്കൂറുകൾ വൈകി മാത്രമാണ് രക്തപരിശോധന അടക്കം നടത്തിയത് എന്ന കാര്യത്തിലായിരുന്നു വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷെ അതിൽ പോലീസിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. കാരണം വാഹനാപകടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാത്രി അത്ര കണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി പ്രതിയിലേക്ക് എത്താൻ ശ്രമിച്ചില്ല. അത് മാത്രമല്ല, ഒപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട്. പക്ഷേ മണിയമ്പിള്ള രാജു പോലീസിനെതിരെ, അതായത് പോലീസിനെ അറിയിച്ചു, വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു, എന്നിട്ടാണ് അവിടെ നിന്ന് മാറിയത് എന്നൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ അവിടെ നിന്നും വാഹനമെടുത്ത് അദ്ദേഹം അവിടെ നിന്ന് മാറുകയായിരുന്നു. സ്വന്തം വീട്ടിലേക്കുമല്ല പോയത്, ബന്ധുവീട്ടിലേക്കാണ് പോയത് എന്നായിരുന്നു പ്രതികരിച്ചത്. പക്ഷെ പോലീസ് ആ ബന്ധുവീട്ടിലേക്ക് എത്തി രാത്രി തന്നെ അറസ്റ്റിലേക്കോ മറ്റ് രക്തപരിശോധനയിലേക്കോ കടന്നില്ല. ആ കാര്യത്തിൽ മാത്രമാണ് ഒരു ചോദ്യം നിലനിന്നിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും SHOന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മൊഴി ശരിവെച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ DCP നൽകിയിരിക്കുന്നത്. അതായത് രാത്രി അവിടെ എത്തിയിരുന്നു എന്നും പക്ഷേ വാഹനവും മണിയമ്പിള്ള രാജുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസമാണിത് അറസ്റ്റിലേക്ക് അടക്കം കടന്നത്. ഈ മണിയമ്പിള്ള രാജു പറഞ്ഞ വിഷയത്തിൽ പോലീസ് ആ കാര്യം തെറ്റാണെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട്. വലിയ വിവാദമായിരുന്നു. കാരണം അപകടം നടക്കുന്നു, അവിടെ നിന്നും പെട്ടെന്ന് വാഹനം എടുത്ത് പോകുന്നു, തുടർന്ന് അടുത്ത ദിവസം മാത്രം, അതായത് 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അറസ്റ്റിലേക്കും പിന്നെ രക്തപരിശോധനയിലൊക്കെ കടക്കുന്നത്. മദ്യപിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും വൈകി വന്ന ഒരു നടപടി, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി വലിയ ചോദ്യങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. അതിലാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട് പോലീസിനും SHOയ്ക്കും കൃത്യമായി ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സാരംഗ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.